ഇവിടെ മൊബൈൽ ഫോണിൻ്റെ പ്രൈസ് എല്ലാം കൂടുതലാണ്. അതിനാൽ തന്നെ സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് കുറഞ്ഞ റേറ്റിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും മൊബൈൽ ഫോണെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നമ്മൾ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറേയധികം പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സംഭവിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മൾ പുറത്തുനിന്ന് മൊബൈൽ ഫോൺ എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അതായത് അവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മൊബൈൽ ഇത് നമ്മുടെ ഇന്ത്യൻ ബാൻഡുമായി എല്ലാം കോമ്പാറ്റബിൾ ആണോ എന്നെല്ലാം. അതായത് ഇന്ത്യൻ നെറ്റ്വർക്ക് ബാൻഡ്സുകളെല്ലാം ഉണ്ട്, 4G 5G ഇതിലെല്ലാം തന്നെ നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് എല്ലാം കാണിക്കും. അതായത് ഈ നമ്പറുമായി കറക്റ്റായി മാച്ച് ചെയ്യാത്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള മൊബൈൽ ഫോൺ എല്ലാമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് കവറേജ് എല്ലാം കുറവായി കാണിക്കുന്നതിന്. അതുപോലെ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾ മൊബൈൽ ഡാറ്റ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതിലെല്ലാം തന്നെ സ്ലോ എല്ലാമായി കാണിക്കുന്നതിനെല്ലാം കാരണമാകാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാൻഡുകൾ ഏതാണ് എന്നെല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം അതുമായി കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് എല്ലാമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഈ ഒരു ബാൻഡിൻ്റെ നമ്പറിൽ വന്നിരിക്കുന്ന വേരിയേഷൻ എല്ലാം തന്നെ ഇത്തരത്തിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നും നിങ്ങളുടെ സുഹൃത്തിന് പണമെല്ലാം അയച്ചു കൊടുത്തു, അവർ അവിടെ നിങ്ങളുടെ മൊബൈലെല്ലാം പർച്ചേസ് ചെയ്യുന്നത് അവർ ഇത്തരത്തിൽ ഇത് EMI ആയിട്ടെല്ലാമാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നെല്ലാം കരുതുക. ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ ഉണ്ടായ ഒരു സാഹചര്യമാണ്. അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരു സമയത്ത്, അതായത് ഒരു 2 മാസമെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെല്ലാം വന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അവർ EMI കൊടുത്താണ് ഈ ഒരു മൊബൈൽ ഫോൺ എല്ലാം എടുത്തിരുന്നത്. അതിനാൽ തന്നെ ബജാജിൻ്റെ ഒരു EMI ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു EMI 2 മാസം കഴിഞ്ഞ് പെൻഡിങ് എല്ലാം വന്നത് കാരണം തന്നെ അതിനുശേഷം ആ ഒരു മൊബൈൽ ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഈ ബജാജിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷന് അവർക്ക് ഇത് ലോക്ക് ചെയ്യുന്നതിന്, അതുപോലെ ഇതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്നതിന്, ഇതിൻ്റെ സെറ്റിങ്സ്, അതുപോലെ നമ്മുടെ കോൾ എല്ലാം തന്നെ ബാർ ചെയ്യുന്നതിന്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ EMI വഴി ഫോണെല്ലാം എടുക്കുമ്പോൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വഴി അവർക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇവിടെ നിന്നും പണമെല്ലാം അയച്ചു കൊടുത്തു, എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് ഇത് EMI വഴിയെല്ലാമാണ് ഈ ഒരു മൊബൈൽ ഫോണെല്ലാം പർച്ചേസ് ചെയ്യുന്നത് എന്ന് കരുതുക. അവർ അത് കറക്റ്റായി പേയ്മെൻ്റ് ഒന്നും കറക്റ്റായി അടയ്ക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നമെല്ലാം വരാം. അതായത് നിങ്ങൾക്ക് പിന്നീട് ആ പേയ്മെൻ്റ് എല്ലാം പെൻഡിങ് വരികയാണെങ്കിൽ പിന്നീട് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെല്ലാം വരാം. അതിനാൽ തന്നെ പുറത്തുനിന്ന് മൊബൈൽ എടുക്കുന്നവർ ഫുൾ പേയ്മെൻ്റ് എല്ലാം കൊടുത്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ EMI വഴിയാണ് എടുക്കുന്നതെങ്കിൽ അതെല്ലാം തന്നെ കറക്റ്റായി പേയ്മെൻ്റ് എല്ലാം കൊടുക്കാൻ, അല്ലെങ്കിൽ അതെല്ലാം തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമെല്ലാം സംഭവിക്കാം. ഇനി വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ വാറണ്ടി എല്ലാമാണ്. ഇപ്പോൾ നിങ്ങൾ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ അബുദാബിയിൽ നിന്നെല്ലാം ഫോൺ എടുക്കുമ്പോൾ ആദ്യം നമ്മൾ കരുതുക ഇത് എല്ലാ രാജ്യത്തും നമുക്ക് ഇതിൻ്റെ ഈ ഒരു വാറണ്ടി കാര്യങ്ങളെല്ലാം ലഭിക്കുമെന്നാണ്. എന്നാൽ ഇത്തരത്തിലല്ല. ചില കൺട്രിയിലെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ വാങ്ങിയിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റിൽ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു പർച്ചേസ് ചെയ്തിരിക്കുന്ന കൺട്രിയിലാണ് ഇതിൻ്റെ വാറണ്ടി എല്ലാം ലഭിക്കുക എന്ന്. അതിനാൽ തന്നെ നിങ്ങൾ ഇത്തരത്തിൽ പുറത്തുനിന്നും മൊബൈൽ ഫോൺ എല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിന് ഡാമേജ് എല്ലാം വരികയാണ് എന്ന് കരുതുക. ഇതെല്ലാം തന്നെ നിങ്ങൾ സർവീസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഫ്രീ ആയി സർവീസ് ഒന്നും ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ആ കൺട്രിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാറണ്ടി ലഭിക്കുന്ന ആ ഒരു റീജിയനിലേക്കെല്ലാം സെൻഡ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഇത് സർവീസ് എല്ലാം ചെയ്ത് കിട്ടുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മുടെ ആപ്ലിക്കേഷൻ അതുപോലെ നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ റീജിയനുമായി കോമ്പാറ്റബിൾ അല്ലേ എന്നെല്ലാം ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായി ചില മൊബൈലുകളിലെല്ലാം തന്നെ നമുക്ക് പ്രീ ഇൻസ്റ്റാൾഡ് ആയ ഒരുപാട് ആപ്ലിക്കേഷൻസ് എല്ലാം വരാറുണ്ട്. എന്നാൽ ഇത് നമ്മൾ ഇവിടെ മറ്റു രാജ്യത്ത് പോകുമ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇത് ആ ഒരു രാജ്യത്ത് റെസ്ട്രിക്റ്റഡ് ആണ് എങ്കിൽ ഇതൊന്നും തന്നെ വർക്കാകില്ല.
അതിനാൽ തന്നെ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട ആ ഒരു റീജിയണിൽ ഈ ഒരു സോഫ്റ്റ്വെയർ സപ്പോർട്ട് എല്ലാം കിട്ടുമെന്ന് ഇതെല്ലാം തന്നെ നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.